മോളെ മോളെ ഇവിടെ ആരും ഇല്ലേ? മോളെ 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 വാതിലോർക്ക്. ഉപ്പ ഇവിടെ ഇരിക്കും ഉപ്പ. ശരി. ആകെ അലങ്കോലായി കിടക്കുക. അതൊന്നും കുഴപ്പമില്ല. ഉപ്പ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട മോളെ, ഒന്നും വേണ്ട, ഞാനിപ്പോ കുടിച്ചതേ ഉള്ളൂ. അല്ല ഉപ്പ ആദ്യമായിട്ട് വന്നതല്ലേ, ഞാൻ എന്തെങ്കിലും എടുക്കാം. സോയ മോളെ, ഞാൻ ഒരിക്കൽ കൂടി പറയാ, നമുക്ക് ഈ ബന്ധം വേണ്ട. ഇതിവിടെ വെച്ച് നിർത്തിക്കോ. ഓനെ വേദനിപ്പിക്കുന്ന ഈ ബന്ധം നമുക്ക് വേണ്ട. എനിക്ക് അവനെ മറക്കാൻ പറ്റൂല മുത്തപ്പ. മൂത്താപ്പ പുന്നാരം പറഞ്ഞു നിൽക്കാണ്ട് ഓളെ ചെപ്പൊക്കെ ഒന്ന് കൊടുക്ക്. വേണ്ട വേണ്ട വേണ്ട, വിട് വിട് വിട്. ജാസി, നീ ഒന്ന് ഹരിയെ വിളിച്ചു പറ പ്ലീസ് ഡാ. എന്റെ പൊന്ന് സോയ, കൈവിട്ട കളിയാണ് രണ്ടിന്റെ ഒലക്കാമല ഒരു പ്രേമം. എന്റെ പൊന്ന് ഹരി, നിങ്ങൾ ഇത് എന്ത് കണ്ടിട്ടാ? ഓനോട് പറയും കളിക്കാൻ നിൽക്കണ്ടെന്ന്, വെട്ടി കീറും. അതിനുള്ള സ്വരൊന്നും അനക്കും എന്റെ വാപ്പാക്കൂല്ല. ഇത് നമ്മള് വെട്ടിയാലും മുറിയും. ബാലകൃഷ്ണ, ഓൻ പറയുന്ന നീ കാര്യമാക്കി എടുക്കണ്ട. ഓൻ ഓന്റെ വിഷമം കൊണ്ട് പറയുന്നതാ. അതുകൊണ്ട് മാത്രം ഞാനിപ്പോ മറുപടി പറഞ്ഞത്. അല്ലെങ്കിൽ അവന്റെ ചെട് ഞാൻ അടിച്ചു പൊളിച്ചേനെ. നാട്ടുകാർ പറഞ്ഞിട്ട് ഉമ്മക്ക് എന്നത് പറഞ്ഞു തീർക്കാം. ഇനി പൊരേ ചെന്ന് മോനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. പറഞ്ഞാ മനസ്സിലാവുന്ന പ്രായം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ഓരെന്താ ചെയ്യട്ടെ. അല്ല പിന്നെ സോയ, നിനക്ക് എന്റെ കൂടെ ഇറങ്ങി വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പൊ വരാം. ആരും വെട്ടാനും കൂത്താനൊന്നും പോകുന്നില്ല. മോളെ, ഇനി എന്താ ആലോചിക്കുന്നത്? കഴിഞ്ഞ കാര്യങ്ങളൊന്നും ആലോചിച്ച് മോള് ബേജാറാണ്ട. ഇനി പോയ പിന്നെ ബാപ്പാക്ക് നാട്ടുകാരുടെ മുഖത്ത് വെക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ അക്കാക്ക വണ്ടി അടിച്ച് മരിച്ചെന്നാ നാട്ടുകാരൊക്കെ പറയുന്നത്. എൻ്റെ കെട്ടിയോൻ്റെ വീട്ടിൽ പോയി അടിയുണ്ടാക്കിയതിന് ഓനെ ഓല് കൊന്നതാ, എനിക്ക് ഉറപ്പാ. ഞങ്ങളൊക്കെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ട് ഇനി ഇവിടെ സുഖമായിട്ട് ജീവിക്കല്ലേ.